ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC Decode യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ PYQ മോക്ക് ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ രണ്ടാമത്തെ PYQ മോക്ക് ടെസ്റ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായും അതൊന്ന് ചെയ്ത് നോക്കണം. അതിൻ്റെ ബാക്കിയായിട്ടുള്ള 25 GK ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നേരം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ എന്നും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ തുടങ്ങാം. നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ഇത് തന്നെ ഫോളോ ചെയ്താൽ മതി. 26 മുതൽ നമ്പർ ഇട്ട് പോയാൽ മതി. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. നഗരപാലിക ആക്ടുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി. ഓപ്ഷൻ എ 74, ഓപ്ഷൻ ബി 86, ഓപ്ഷൻ സി 73, ഓപ്ഷൻ ഡി 91. നിങ്ങൾക്ക് ഉത്തരം എഴുതാം. ഉത്തരം എഴുതി കഴിഞ്ഞു എന്ന് കരുതുന്നു. ആൻസർ പറയാണ്. ആൻസർ ഓപ്ഷൻ എ 74. നഗരപാലിക ആക്ടുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി 74ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. അടുത്ത ചോദ്യം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ. ഓപ്ഷൻ എ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്, ഓപ്ഷൻ ബി ജസ്റ്റിസ് KM ജോസഫ്, ഓപ്ഷൻ സി ജസ്റ്റിസ് MN വെങ്കടചെല്ലയ്യ, ഓപ്ഷൻ ഡി ജസ്റ്റിസ് MM പരീതിപിള്ള. ആൻസർ ഓപ്ഷൻ ഡി ജസ്റ്റിസ് MM പരീതിപിള്ള. അടുത്ത ചോദ്യം. കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസാക്കിയ വർഷം. ഓപ്ഷൻ എ 1969, ഓപ്ഷൻ ബി 1964, ഓപ്ഷൻ സി 1960, ഓപ്ഷൻ ഡി 1970. ആൻസർ ഓപ്ഷൻ എ 1969. കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസാക്കിയ വർഷം 1969 ആണ്. അടുത്ത ചോദ്യം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പു നൽകുന്ന മിനിമം തൊഴിൽ ദിനങ്ങൾ. ഓപ്ഷൻ എ 50, ഓപ്ഷൻ ബി 200, ഓപ്ഷൻ സി 100, ഓപ്ഷൻ ഡി 140. ആൻസർ ഓപ്ഷൻ സി 100. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പു നൽകുന്ന മിനിമം തൊഴിൽ ദിനങ്ങൾ എത്രയാണ്? 100 ആണ്. അടുത്ത ചോദ്യം നോക്കാം. കേരള സംസ്ഥാന തണ്ണീർത്തട നിയമം പാസാക്കിയ വർഷം. ഓപ്ഷൻ എ 2005, ഓപ്ഷൻ ബി 2008, ഓപ്ഷൻ സി 2010, ഓപ്ഷൻ ഡി 2020. ആൻസർ ഓപ്ഷൻ ബി 2008. കേരള സംസ്ഥാന തണ്ണീർത്തട നിയമം പാസാക്കിയത് 2008ലാണ്. അടുത്ത ചോദ്യം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ച വർഷം. ഓപ്ഷൻ എ 2020, ഓപ്ഷൻ ബി 2016, ഓപ്ഷൻ സി 2019, ഓപ്ഷൻ ഡി 2018. ആൻസർ ഓപ്ഷൻ ഡി 2018. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ചത് 2018ലാണ്. അടുത്ത ചോദ്യം. കോവിഡ് വകഭേദമായ ഒമിക്രോൺ വൈറസിന് ആ പേര് ലഭിച്ചത്. ഓപ്ഷൻ എ ഗ്രീക്കിലെ ആദ്യ അക്ഷരത്തിൽ നിന്നും, ഓപ്ഷൻ ബി ഗ്രീക്കിലെ രണ്ടാമത്തെ അക്ഷരത്തിൽ നിന്നും, ഓപ്ഷൻ സി ഗ്രീക്കിലെ 4ാമത്തെ അക്ഷരത്തിൽ നിന്നും, ഓപ്ഷൻ ഡി ഗ്രീക്കിലെ 15ാമത്തെ അക്ഷരത്തിൽ നിന്നും. ആൻസർ ഓപ്ഷൻ ഡി ഗ്രീക്കിലെ 15ാമത്തെ അക്ഷരത്തിൽ നിന്നും. അപ്പോൾ കോവിഡ് വകഭേദമായ ഒമിക്രോൺ വൈറസിന് ആ പേര് ലഭിച്ചിരിക്കുന്നത് ഗ്രീക്കിലെ 15ാമത്തെ അക്ഷരത്തിൽ നിന്നുമാണ്. ഓർത്തു വെച്ചേക്കുക. അടുത്ത ചോദ്യം. എന്താണ് ഡോപ്സൺ യൂണിറ്റ്? ഓപ്ഷൻ എ അന്തരീക്ഷത്തിലെ താപം അളക്കുന്നത്, ഓപ്ഷൻ ബി അന്തരീക്ഷത്തിലെ ഓസോണിന്റെ കനം അളക്കുന്നത്, ഓപ്ഷൻ സി അന്തരീക്ഷത്തിലെ ജലസാന്ദ്രത അളക്കുന്നത്, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ ബി അന്തരീക്ഷത്തിലെ ഓസോണിന്റെ കനം അളക്കുന്നത്. ഡോപ്സൺ യൂണിറ്റ് അന്തരീക്ഷത്തിലെ ഓസോണിന്റെ കനം അളക്കുന്ന യൂണിറ്റാണ്. അടുത്ത ചോദ്യം. 2021 ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഓപ്ഷൻ എ മണ്ണിന്റെ ലവണീകരണം തടയൂ, മണ്ണിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൂ. ഓപ്ഷൻ ബി മണ്ണെറിഞ്ഞ് വിത്തിട്ടാൽ കിണ്ണം നിറയെ ചോറുണ്ണാം. ഓപ്ഷൻ സി ഓരോ ജീവനും പ്രധാനമാണ് എന്നതുപോലെ തന്നെ ഓരോ തരി മണ്ണും അമൂല്യമാണ്. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ എ ആണ്. മണ്ണിന്റെ ലവണീകരണം തടയൂ, മണ്ണിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൂ. അടുത്ത ചോദ്യം. ആന്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ഓപ്ഷൻ എ ജീവകം ഡി, ഓപ്ഷൻ ബി ജീവകം ഇ, ഓപ്ഷൻ സി ജീവകം കെ, ഓപ്ഷൻ ഡി ജീവകം എ. ആൻസർ ഓപ്ഷൻ ബി ജീവകം ഇ. ആന്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ ആണ്. ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ മലേറിയയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ മലേറിയയുടെ രോഗകാരി പ്ലാസ്മോഡിയം എന്ന സൂക്ഷ്മജീവിയാണ്. ഓപ്ഷൻ ബി കൊതുകാണ് മലേറിയ രോഗത്തെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകർത്തുന്നത്. ഓപ്ഷൻ സി
പ്രസ്താവന എ മാത്രം ശരിയാണ്. ഓപ്ഷൻ ഡി പ്രസ്താവന എയും ബിയും ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി പ്രസ്താവന എയും ബിയും ശരിയാണ്. അപ്പോൾ മലേറിയയുടെ രോഗകാരി ആരാണ്? പ്ലാസ്മോഡിയം എന്ന സൂക്ഷ്മജീവിയാണ്. അതുപോലെ കൊതുകാണ് മലേറിയ രോഗത്തെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകർത്തുന്നത്. രണ്ട് പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം? ഓപ്ഷൻ എ തലാമസ്, ഓപ്ഷൻ ബി സെറിബെല്ലം, ഓപ്ഷൻ സി സെറിബ്രം, ഓപ്ഷൻ ഡി ഹൈപ്പോതലാമസ്. ആൻസർ ഓപ്ഷൻ സി സെറിബ്രം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. അടുത്ത ചോദ്യം, അന്തർവാഹിനികളുടെ നിർമ്മാണം ഏത് നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ഓപ്ഷൻ എ ആർക്കിമിഡീസ് തത്വം, ഓപ്ഷൻ ബി പാസ്കൽ നിയമം, ഓപ്ഷൻ സി ബെർണോളിസ് പ്രിൻസിപ്പിൾ, ഓപ്ഷൻ ഡി ന്യൂട്ടൺ നിയമം. ആൻസർ ഓപ്ഷൻ എ ആർക്കിമിഡീസ് തത്വം. അന്തർവാഹിനികളുടെ നിർമ്മാണം ആർക്കിമിഡീസ് തത്വവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, UV തരംഗം ഒരു ലോഹപ്രതലത്തിൽ വന്ന് പതിക്കുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നില്ല എങ്കിൽ ഏത് തരംഗം പതിച്ചാലാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുക? ഓപ്ഷൻ എ ഇൻഫ്രാറെഡ് തരംഗം, ഓപ്ഷൻ ബി റേഡിയോ തരംഗം, ഓപ്ഷൻ സി എക്സ് തരംഗം, ഓപ്ഷൻ ഡി മൈക്രോ തരംഗം. ആൻസർ ഓപ്ഷൻ സി എക്സ് തരംഗമാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് UV തരംഗം ഒരു ലോഹപ്രതലത്തിൽ വന്ന് പതിക്കുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ടാവുന്നില്ല, എന്നാൽ എക്സ് തരംഗം പതിക്കുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ നീളത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റ്? ഓപ്ഷൻ എ പാർസെക്, ഓപ്ഷൻ ബി ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, ഓപ്ഷൻ സി പ്രകാശവർഷം, ഓപ്ഷൻ ഡി ഫെർമി. ആൻസർ ഓപ്ഷൻ എ പാർസെക്. പാർസെക് ആണ് ഈ തന്നിട്ടുള്ളവയിൽ ഏറ്റവും വലിയ യൂണിറ്റ്, ദൂരത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റ്. അടുത്ത ചോദ്യം, ഒരു മോട്ടോർ ഉപയോഗിച്ച് 120 മീറ്റർ ആഴമുള്ള ഒരു കിണറ്റിൽ നിന്ന് 5 മിനിറ്റ് കൊണ്ട് 400 കിലോഗ്രാം ജലം പമ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ മോട്ടോറിന്റെ പവർ എത്ര? G = 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 1400 വാട്ട്, ഓപ്ഷൻ ബി 1500 വാട്ട്, ഓപ്ഷൻ സി 1300 വാട്ട്, ഓപ്ഷൻ ഡി 1600 വാട്ട്. വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ആൻസർ പറയാം. ആൻസർ ഓപ്ഷൻ ഡി 1600 വാട്ടാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറഞ്ഞു തരാം കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഒരു ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണം? ഓപ്ഷൻ എ ചെളിവെള്ളം, ഓപ്ഷൻ ബി കഞ്ഞിവെള്ളം, ഓപ്ഷൻ സി ഉപ്പുവെള്ളം, ഓപ്ഷൻ ഡി ചോക്കുപൊടിയും വെള്ളവും. ആൻസർ ഓപ്ഷൻ സി ഉപ്പുവെള്ളം. ഉപ്പുവെള്ളമാണ് ഒരു ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ SCERTയിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററൊക്കെ അതിനകത്ത് പഠിക്കാനുണ്ട്. ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നത് ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ ഗുണങ്ങളാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നത്. ഉപ്പുവെള്ളം ഒരു ഏകാത്മക മിശ്രിതമാണ്. അടുത്ത ചോദ്യം, ഒരു വാതകത്തിനെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം? ഓപ്ഷൻ എ മർദ്ദം കുറയ്ക്കുക, ഊഷ്മാവ് കൂട്ടുക, ഓപ്ഷൻ ബി മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക, ഓപ്ഷൻ സി മർദ്ദവും ഊഷ്മാവും കൂട്ടുക, ഓപ്ഷൻ ഡി മർദ്ദവും ഊഷ്മാവും കുറയ്ക്കുക. ആൻസർ ഓപ്ഷൻ ബി മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക. ഒരു വാതകത്തെ ദ്രാവകമാക്കാൻ എന്താ ചെയ്യേണ്ടത്? മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക. അടുത്ത ചോദ്യം, സ്വർണ്ണാഭരണം, പഞ്ചസാര, ഉപ്പുവെള്ളം എന്നിവ യഥാക്രമം ഏതെല്ലാം വിഭാഗങ്ങളിൽ ക്രമപ്പെടുത്താം? ഓപ്ഷൻ എ മിശ്രിതം, സംയുക്തം, മിശ്രിതം, ഓപ്ഷൻ ബി മൂലകം, സംയുക്തം, മിശ്രിതം, ഓപ്ഷൻ സി സംയുക്തം, സംയുക്തം, മിശ്രിതം, ഓപ്ഷൻ ഡി മിശ്രിതം, മൂലകം, സംയുക്തം. ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. ആൻസർ പറയാം. ഓപ്ഷൻ എ മിശ്രിതം, സംയുക്തം, മിശ്രിതം, അതാണ് ആൻസർ. സ്വർണ്ണാഭരണം ഒരു മിശ്രിതമാണ്, പഞ്ചസാര ഒരു സംയുക്തമാണ്, ഉപ്പുവെള്ളം മിശ്രിതമാണ്. അപ്പോൾ ഇവിടെ സ്വർണ്ണാഭരണം എന്ന് തന്നതുകൊണ്ടാണത് മിശ്രിതമാകുന്നത്. ഓർത്തു വയ്ക്കണം. സ്വർണം എന്നായിരുന്നെങ്കിലോ അതൊരു മൂലകമായിരുന്നേനെ. സ്വർണം എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്വർണത്തിന്റെ ആറ്റങ്ങൾ മാത്രമേ ഉള്ളൂ.
സ്വർണ്ണാഭരണമാകുമ്പോഴോ സ്വർണം ആഭരണമാക്കാനായിട്ട് നമ്മൾ സ്വർണത്തിൻ്റെ കൂടെ നിശ്ചിത അളവിൽ ചെമ്പുമൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണത് മിശ്രിതമാകുന്നത്. അടുത്ത ചോദ്യം, നിത്യവും ഉപയോഗിക്കുന്ന സോപ്പിൽ 2ാം ഗ്രേഡ് സോപ്പിന്റെ TFM ഡാഷിൽ കൂടുതലായിരിക്കും. ഓപ്ഷൻ എ 90%, ഓപ്ഷൻ ബി 80%, ഓപ്ഷൻ സി 70%, ഓപ്ഷൻ ഡി 60%. ആൻസർ ഓപ്ഷൻ സി 70%. അതായത് നിത്യവും നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പിൽ 2ാം ഗ്രേഡ് സോപ്പിന്റെ TFM വാല്യൂ എന്ന് പറയുന്നത് 70% കൂടുതലായിരിക്കും. അടുത്ത ചോദ്യം, ഉപലേന്ദു ചാറ്റർജി എന്ന കേന്ദ്ര കഥാപാത്രം കടന്നുവരുന്ന TD രാമകൃഷ്ണന്റെ നോവൽ ഏത്? ഓപ്ഷൻ എ പച്ച മഞ്ഞ ചുവപ്പ്, ഓപ്ഷൻ ബി മാമ ആഫ്രിക്ക, ഓപ്ഷൻ സി ആൽഫ, ഓപ്ഷൻ ഡി ഫ്രാൻസിസ് ഇട്ടിക്കോര. ആൻസർ ഓപ്ഷൻ സി ആൽഫ. അപ്പോൾ ഉപലേന്ദു ചാറ്റർജി എന്ന കേന്ദ്ര കഥാപാത്രം TD രാമകൃഷ്ണന്റെ ആൽഫ എന്ന നോവലിലുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ റെയർ ആയിട്ട് വരുന്നതാണ്, അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. നമ്മൾ കണ്ടങ്ങനെ അധികം പരിചയമുള്ള ക്വസ്റ്റ്യൻ അല്ല. അടുത്ത ചോദ്യം നോക്കാം. ബ്രിഡ്ജ് ഔട്ട് എന്ന പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ റെസ്ലിംഗ്, ഓപ്ഷൻ ബി ഹോക്കി, ഓപ്ഷൻ സി ബേസ്ബോൾ, ഓപ്ഷൻ ഡി റഗ്ബി. ആൻസർ ഓപ്ഷൻ എ റെസ്ലിംഗ്. അപ്പോൾ ബ്രിഡ്ജ് ഔട്ട് എന്ന് പറയുന്ന പദം റെസ്ലിംഗുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് PSC എക്സാമിന് കായികവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ മിക്കവാറും ഒന്നില്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലുള്ള പദങ്ങളൊക്കെയാണ് ചോദിക്കാറ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചോളാം. സ്പോർട്സിൻ്റെ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടോളൂ കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. പണ്ഡിതനും തെയ്യം കലാകാരനുമായ രാമന് മണക്കാടൻ ഗുരുക്കൾ എന്ന ആചാരപ്പട്ടം നൽകി ആദരിച്ച തമ്പുരാൻ ആര്? ഓപ്ഷൻ എ കൊട്ടാരക്കര തമ്പുരാൻ, ഓപ്ഷൻ ബി ചിറക്കൽ തമ്പുരാൻ, ഓപ്ഷൻ സി ചെറുവത്തൂർ തമ്പുരാൻ, ഓപ്ഷൻ ഡി പയ്യന്നൂർ തമ്പുരാൻ. ആൻസർ ഓപ്ഷൻ ബി ചിറക്കൽ തമ്പുരാൻ. അപ്പോൾ പണ്ഡിതനും തെയ്യം കലാകാരനുമായ രാമന് മണക്കാടൻ ഗുരുക്കൾ എന്ന ആചാരപ്പട്ടം നൽകിയത് ചിറക്കൽ തമ്പുരാനാണ്. അപ്പോൾ ഈ ചോദ്യത്തിൽ നിന്ന് ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം. മണക്കാടൻ ഗുരുക്കൾ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തെയ്യം. അപ്പോൾ ചോദ്യങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന അങ്ങനെയുള്ള പോയിന്റ്സും കൂടി നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. അടുത്ത ചോദ്യം, സംഘകാല സാഹിത്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഐന്തിണകളിലെ അവസാന നിലമായ നെയ്തൽ നിലം സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ നാട്ടിൻപുറത്തെ, ഓപ്ഷൻ ബി ഉണങ്ങി വരണ്ട പ്രദേശത്തെ, ഓപ്ഷൻ സി കാടും ഗ്രാമപ്രദേശങ്ങളെയും, ഓപ്ഷൻ ഡി കടലോര പ്രദേശത്തെ. ആൻസർ ഓപ്ഷൻ ഡി കടലോര പ്രദേശത്തെ. അപ്പോൾ സംഘകാല സാഹിത്യത്തിൽ പരാമർശിച്ചിട്ടുള്ള ഐന്തിണകൾ 5 തിണകൾ, അതിൽ അവസാനത്തേതാണ് നെയ്തൽ. അത് സൂചിപ്പിക്കുന്നത് കടലോര പ്രദേശങ്ങളെയാണ്. അടുത്ത ചോദ്യം, ഗീതാഞ്ജലി ശ്രീക്ക് 2022 ബുക്കർ സമ്മാനം ലഭിച്ച ടോം ഓഫ് സാൻഡ് എന്ന കൃതി ഹിന്ദിയിലെ ഏത് നോവലിന്റെ പരിഭാഷയാണ്? ഓപ്ഷൻ എ മായി, ഓപ്ഷൻ ബി രേത് സമാധി, ഓപ്ഷൻ സി ഹമാര സഹർ, ഓപ്ഷൻ ഡി ഖാലി ജഗഹ്. ആൻസർ ഓപ്ഷൻ ബി രേത് സമാധി. ഗീതാഞ്ജലി ശ്രീക്ക് 2022 ബുക്കർ സമ്മാനം ലഭിച്ചിരിക്കുന്നത് രേത് സമാധി എന്ന ഹിന്ദി നോവലിന്റെ പരിഭാഷയായിട്ടുള്ള ടോം ഓഫ് സാൻഡ് എന്ന കൃതിക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു മോക്ക് ടെസ്റ്റും അവസാനിച്ചിരിക്കുകയാണ്. 25 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മൾ ഫിസിക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞിരുന്നല്ലോ. നമുക്കിപ്പോൾ അതൊന്ന് പറയാം കേട്ടോ. ഇതായിരുന്നു ചോദ്യം. ഒരു മോട്ടോർ ഉപയോഗിച്ച് 120 മീറ്റർ ആഴമുള്ള ഒരു കിണറ്റിൽ നിന്ന് 5 മിനിറ്റ് കൊണ്ട് 400 കിലോഗ്രാം ജലം പമ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ മോട്ടോറിൻ്റെ പവർ എത്ര? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G= 10 m/s² എന്ന് തന്നിട്ടുണ്ട്. ഇതായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് മോട്ടറിൻ്റെ പവറാണ് അല്ലേ. പവർ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷനാണ് പവർ = വർക്ക് ബൈ ടൈം. പവർ = വർക്ക് ബൈ ടൈം ആണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് വർക്കും വേണം ടൈമും വേണം. അങ്ങനെയാണെങ്കിലാണ് പവർ കണ്ടുപിടിക്കാൻ പറ്റുക. നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് എന്തൊക്കെ കിട്ടുമെന്നുള്ളത് ആദ്യം നോക്കാം. ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് S = 120 മീറ്റർ എന്ന് കിട്ടും.
അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു 120 മീറ്റർ. കിണറിൻ്റെ ആഴം തന്നെയാണല്ലോ നമ്മൾ ആ പവർ മോട്ടോർ ഉപയോഗിച്ചിട്ട് വെള്ളം പമ്പ് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ്, അത് കിണറിൻ്റെ ആഴം തന്നെയല്ലേ. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു 120 മീറ്റർ. പിന്നെ മാസ് അറിയാം. മാസ് എത്രയാണ് തന്നിരിക്കുന്നത്? 400 കിലോഗ്രാം തന്നിട്ടുണ്ട്. പിന്നെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് ടൈം എന്ന് പറയുന്നത് 5 മിനിറ്റാണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് SI യൂണിറ്റിലേക്ക് മാറ്റുമ്പോൾ 5 × 60 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 300 സെക്കൻഡിൽ ടൈം കിട്ടും. ഇനി നമുക്ക് വർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? വർക്ക് കണ്ടുപിടിക്കാൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വർക്ക് എന്ന് പറയുന്നത്. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇതിനകത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ അല്ലേ. 120 മീറ്റർ എന്നുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഫോഴ്സ് കണ്ടുപിടിക്കണം. ഫോഴ്സ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? ഫോഴ്സ് ഈസ് ഈക്വൽ ടു MA, മാസ് ഇൻറ്റു ആക്സലറേഷൻ. മാസ് നമുക്കറിയാം 400 ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 തന്നിട്ടുണ്ട്. അപ്പോൾ 400 × 10 എത്ര? 4000 ന്യൂട്ടൺ ആണ് ഫോഴ്സ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് അറിയാലോ, ന്യൂട്ടൺ. അപ്പോൾ നമുക്ക് ഫോഴ്സ് കിട്ടി. ഇനി വർക്ക് കണ്ടുപിടിക്കാമല്ലോ. വർക്ക് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് 4000 ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് 120. അപ്പോൾ 4000 × 120 ഇത്രയുമാണ് വർക്ക്. വർക്കിൻ്റെ യൂണിറ്റ് ജൂള്. 4000 × 120 എത്രയാണോ അത്രയും ജൂളാണ് വർക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പവർ കണ്ടുപിടിക്കാം. പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. അപ്പോൾ വർക്ക് എന്ന് പറയുന്നത് 4000 × 120 ഡിവൈഡഡ് ബൈ ടൈം 300 സെക്കൻഡ്. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1600 വാട്ട് എന്ന് കിട്ടും. അപ്പോൾ അതാണ് ആൻസർ. പവർ എന്ന് പറയുന്നത് എത്രയാണ്? 1600 വാട്ടാണ്. പവറിൻ്റെ യൂണിറ്റ് ആണ് വാട്ട്, ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ മോട്ടറിൻ്റെ പവർ കിട്ടി 1600 വാട്ട്, ഓപ്ഷൻ ഡി. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അറിയാത്തവരൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഈ ഒരു 25 ക്വസ്റ്റ്യൻസിലെ ഔട്ട് ഓഫ് 25 നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ കഴിഞ്ഞ മോക്ക് ടെസ്റ്റിനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ഈ ഒരു മോക്ക് ടെസ്റ്റിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. നമ്മുടെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ, ഈ മോക്ക് ടെസ്റ്റൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.